ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഡിസൈനുകളും ഡിസൈനറിന്റെ സഹായം ഇല്ലാതെ ലളിതമായ പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് പോസ്റ്റേഴ്സ് ആവാം, പ്രസന്റേഷൻസ് ആവാം, പവർ പോയിന്റ് ആവാം, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ഏകദേശ ലാൻഡിംഗ് പേജുകളാക്കാം, UX ഡിസൈനുകളാം, തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് പ്രോംപ്റ്റ് വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. ക്ലോഡിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചറാണ്. നമുക്ക് ഡിസൈൻ കൂടി സിമ്പിളായിട്ട് നിർമ്മിക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ A to Z ക്ലോഡിൽ വന്നിട്ടുള്ള ഡിസൈനിന്റെ A to Z കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാം, അതിൽ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, അത് നമുക്ക് വേറെ ടൂളുകളിലേക്കോ വേറെ ക്യാൻവയിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, തുടങ്ങിയ A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിലവിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് ക്ലോഡിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ക്ലോഡ് കോവർക്കിൽ, അതായത് നമ്മൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ക്ലോഡ് ഡിസൈൻ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ നിലവിൽ വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോഡിന്റെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലോഡിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിന്റെ സ്റ്റൈല്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ക്ലോഡ് ഡിസൈൻ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ലോഡ് ഓപ്പൺ ആവും. ഇതാണ് നമ്മുടെ നോർമലി ഉള്ള ഒരു ക്ലോഡിൻ്റെ ഇൻ്റർഫേസ്. ഹോം പേജ് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഡിസൈൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോഡ് ഡിസൈനിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ക്ലോഡിൻ്റെ ഡിസൈൻ ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പുകളാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് ഡിസൈൻ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ തന്നെ വയർ ഫ്രെയിമും ഉണ്ട്, ഹൈ ഫിഡാലിറ്റി ഉണ്ട്. ഇതിൻ്റെ വയർ ഫ്രെയിം പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റഫ് സാധനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കാം. അല്ല, ഇനി കളർഫുൾ ആയിട്ടുള്ള ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വേണമെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ ഹൈ ഫിഡാലിറ്റി ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കണം. പിന്നെ ഡിസൈൻ സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഇതാണ് പ്രോട്ടോടൈപ്പ് എന്നുള്ളത്. ഇനി രണ്ടാമത് സ്ലൈഡ് ഡെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾക്ക് വേണ്ട പ്രസൻറ്റേഷൻസ്, പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ബ്രോഷേഴ്സ്, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ ഒരു സ്ലൈഡ് ഡെക്ക് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ഡിസൈൻ ഓപ്ഷന്. മൂന്നാമത്തത് ഫ്രം ടെംപ്ലേറ്റ്സ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഇത് നമ്മൾക്ക് വരച്ചിട്ടൊക്കെ നമ്മൾക്ക് നിർമ്മിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു മൗസ് കൊണ്ട് നിങ്ങളൊരു കാർട്ടൂണൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അതിനെ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇവിടെ ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഐഡിയ, ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. നിങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പീക്ക് ലെവലിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കുക. ലാസ്റ്റ് അതർ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മുമ്പ് പരാമർശിച്ചതല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഡിസൈന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങളത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് UX ഡിസൈൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പോസ്റ്റേഴ്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇൻട്രോ മോഷൻസ് വേണമെന്നുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് ആണ് എന്ന്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിസൈൻ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ആനിമേഷൻസും വീഡിയോ തരത്തിലുള്ള എഡിറ്റിംഗ് ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഡിസൈൻസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് നമ്മളുടെ ഡിസൈനുകൾ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്. ഇത് അവർ ഓൾറെഡി കുറച്ച് ടെംപ്ലേറ്റ്സുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ പ്രോംപ്റ്റുകളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇനി ഡിസൈൻ സിസ്റ്റം എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് ക്ലോഡ് ഡിസൈനിൻ്റെ ഏകദേശമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ഡിസൈൻ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോട്ടോടൈപ്പാണ് ആദ്യം നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിന് പേര് നമുക്ക് കൊടുക്കാം. എന്ത് പേര് നമുക്ക് കൊടുക്കാം? അപ്പോൾ വെബ്സൈറ്റ് ടെസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഹൈ ഫിഡാലിറ്റി ഉള്ള ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ശേഷം ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഡിസൈനിൻ്റെ ഭാഗത്തേക്കും പോകുന്നത്. ഇവിടെ സ്റ്റാർട്ട് വിത്ത് കോണ്ടെക്സ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ താഴെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്.
അതായത് നമ്മൾക്ക് ഏതെങ്കിലും സ്ക്രീൻഷോട്ടുകൾ, നമ്മളുടെ ഡിസൈനിൻ്റെ കളർ തീമുകൾ, ഫോണ്ടുകൾ, കളറുകൾ, അതൊക്കെ നമ്മൾക്ക് ഇതിൽ ഓരോ ഓപ്ഷൻ വെച്ചിട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ ഡിസൈന് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫങ്ഷൻസ് വെച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി കോഡ് ബേസ് നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഫിഗ്മയിൽ നിന്ന് ഏതെങ്കിലും ഫയലുകൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇനി മുകളിൽ പറഞ്ഞത് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഏത് തരത്തിലുള്ള ഡിസൈനാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളത് സിമ്പിളായിട്ട് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റ് ഏത് തരത്തിലുള്ള വെബ്സൈറ്റ് ആണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ആവശ്യവും പേർപ്പസും കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ എല്ലാ വീഡിയോയിലോടും പറയുന്നതാണ്, നിങ്ങളുടെ പ്രോംപ്റ്റുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് മറ്റൊരാളോടാണ് നിങ്ങൾ സംവദിക്കുന്നത്. അപ്പോൾ ആ ആൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം മനസ്സിലാവണം. ആ നിലക്കായിരിക്കണം നിങ്ങളുടെ പ്രോംപ്റ്റിങ്. അത് മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇനി പ്രോംപ്റ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ലൈവ് സംസാരിച്ചു കൊണ്ടും ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു വെബ്സൈറ്റ് ഉണ്ട്, പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിന് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്യാണ്. ഞാനത് വായിച്ചുതരാം. ക്യാൻ യു മേക്ക് എ വെബ്സൈറ്റ് ഫോർ ലാസ്റ്റ് സ്കൂൾ വേർ ദ പീപ്പിൾ ക്യാൻ ബൈ അവർ കോഴ്സസ് and watch the courses also. The audience are from Kerala, so the language should be in Malayalam. Also there are in a home page, there should be some relevant element should be there. അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നല്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, ഓക്കെ പ്രോംപ്റ്റൊക്കെ ഓക്കെ ആണ്, ഫയലുകളൊക്കെ അറ്റാച്ച് ചെയ്ത് എല്ലാം കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. സെൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ഇവരെന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. അതായത് അത് നിങ്ങൾക്ക് കാണാം, 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സി വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ നെയിം ഓഫ് യുവർ സ്കൂൾ, എന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. വാട്ട് കൈൻഡ് ഓഫ് എ കോഴ്സ് ഡു യു ടീച്ച്, ഏത് ടൈപ്പുള്ള കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് ആണോ, ഹൈലൈറ്റ് IELTS ആണോ, ഇതെന്താ വെച്ചാൽ നമ്മുടെ പ്രോംപ്റ്റ് അക്യുറേറ്റ് അല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ പ്രോംപ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിലും ഇവർ നമ്മളോട് അഡീഷണൽ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളുടെ ഉദ്ദേശം അവർ കറക്റ്റ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ക്ലോഡിൻ്റെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ കോഴ്സ് എന്താണ് പഠിപ്പിക്കുന്നത്, മലയാളം മിക്സ്ഡ് ആണോ, വെറും പ്യുവർ മലയാളമാണോ, ഫുള്ളി മലയാളമാണോ, മംഗ്ലീഷ് ആണോ, മോസ്റ്റ്ലി മലയാളമാണോ, അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബൈലിംഗ്വൽ കൊടുത്തു. പിന്നെ ഏതൊക്കെ പേജുകളാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോം പേജും കൊടുത്തു, സിംഗിൾ കോഴ്സ് ഡീറ്റെയിൽ പേജും നമ്മൾ കൊടുത്തു. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ്സ് ഇവിടുന്ന് ഓരോ അഡീഷണൽ ഫീച്ചേഴ്സ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ബേണിങ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് ക്രെഡിറ്റും നമ്മൾക്ക് ഇവിടെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ ക്ലോഡിൻ്റെ ആപ്പിൽ പോയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്ലോഡ് ഡിസൈന് സെപ്പറേറ്റ് ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ എത്ര ക്രെഡിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അപ്പോൾ 2 മിനിറ്റ് വെച്ചിട്ട് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഹോം പേജിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സ്കൂളിൻ്റെ പേര്, ടാഗ് ലൈന്, ടീച്ചേഴ്സ് സെക്ഷൻ വേണോ, സ്റ്റുഡൻറ്റ് ടെസ്റ്റിമോണിയൽസ് വേണോ, ഡെമോ വീഡിയോ വേണോ, സക്സസ് സ്റ്റോറീസ് വേണോ, അങ്ങനെ ഓരോന്നും നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ സാധിക്കും. പിന്നെ വിഷ്വൽ വൈബ് എങ്ങനെ വേണം, മോഡേൺ പ്ലേഫുൾ ആണോ, പ്രീമിയം മിനിമൽ ആണോ, അതൊക്കെ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മളോട് കളർ ഡയറക്ഷൻസ് ആണ് ചോദിക്കുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നമുക്ക് നമ്മുടെ കളേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ ചോദ്യങ്ങളൊക്കെ കുറക്കും. ഓക്കെ, നമ്മളൊരു ബോൾഡ് റെഡ് ജസ്റ്റ് റാൻഡായിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഏത് രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് എന്നുള്ളത്, പിന്നെ വാട്ട് കോസ്റ്റ് അണ്ടർ 500 ആണോ, അതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. വാട്ട് ഷുഡ് ദ വീഡിയോ പ്ലെയർ സപ്പോർട്ട് എന്നുള്ളതാണ്. PDF നോട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് വേണം. അതായത് ആ ഒരു വെബ്സൈറ്റിൽ വേണ്ട അഡീഷണൽ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്.
പിന്നെ കളർ തീമുകൾ ഏതൊക്കെ വേണം അതൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. 1 പോളിഷ്ഡ് വേർഷൻ, ഇത് എന്താ വെച്ചാൽ എത്ര വേർഷൻസ് വേണം, അതായത് ഒറ്റ വേർഷൻ മാത്രം മതിയോ 2-3 മോഡലുകൾ വേണം, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിതൊക്കെ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റും അവിടെ പോകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം വെയിറ്റ് ചെയ്താലും നമ്മൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സി, നമ്മൾക്ക് എന്ത് ചെയ്തു, നേരത്തെ കൊടുത്ത ആ സെയിം പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾക്ക് ഇവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ വേണ്ട എല്ലാ എഡിറ്റിങ്ങും നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ എന്ത് ചെയ്യുക, എല്ലാ ഡിസൈനുകളെ കുറിച്ച് പറഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ ഇതിൽ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്രോംപ്റ്റ് കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ കമൻറ്റ് കൊടുത്ത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. സി, നമ്മൾക്ക് 3 മോഡലായിട്ടുള്ള ഡിസൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിസൈൻ ഫയലിൽ പോയിട്ട് വെയിറ്റ്, ഓക്കെ, സി 3 മോഡലായിട്ടുള്ള വെബ് ഡിസൈനുകൾ തന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കളർ തീം, ഇതൊരു മോഡേൺ ആയിട്ടുള്ള ഒരു കളർ തീം, ഇതൊരു സ്മാർട്ടായിട്ടുള്ള മിനിമൽ കളർ തീം. സി, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ തീമിൽ നമുക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കോഴ്സിൻ്റെ പേജും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഡിസൈൻ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. ആ കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് ഇവിടെ നോക്കാൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ ഈ സ്ലൈഡ് ഡെക്ക് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ലൈഡ് ഡെക്കിന് നമ്മൾ ആദ്യം ഒരു പേര് കൊടുക്കാം, ടെസ്റ്റ് എന്ന് കൊടുത്തു, പിന്നെ ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അടുത്തൊരു പ്രോംപ്റ്റ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, പ്രസൻറ്റേഷനാണ് നിർമ്മിക്കുന്നത്. ഇവിടെ പ്രസൻറ്റേഷൻ ഞാൻ പ്രോംപ്റ്റ് വെച്ചിട്ട് ക്യാൻ യു മേക്ക് എ കളർഫുൾ വിഷ്വലി അപ്പീലിംഗ് പ്രസൻറ്റേഷൻ റിലേറ്റഡ് ടു പേഴ്സണൽ ബ്രാൻഡിങ്, how a normal person can improve their personal branding that make a visual element like a Netflix movie scene style. നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ സെൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെയും നമ്മളോട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇത് ശരിക്കും നല്ല രീതിയിൽ ഒരു പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ അറിയാത്ത ആൾക്ക് പോലും വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കളർഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഇവരെന്താ വെച്ചാൽ 8 to 8 കാര്യങ്ങൾ നമ്മളോട് അഡീഷണൽ ചോദിക്കും. എത്ര മിനിറ്റിൻ്റെയാണ്, 6 സ്ലൈഡ് വേണോ, 12 സ്ലൈഡ് വേണോ, ഓഡിയൻസ് ആരാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസൻറ്റേഷൻ നിർമ്മിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഓഡിയൻസ് ആരാണ്, വോയിസിൻ്റെ ടോൺ എങ്ങനെയാണ്, നെറ്റ്ഫ്ലിക്സിൽ ഏത് എസ്തെറ്റിക്കാണ് കൊണ്ടുവരേണ്ടത്, പിന്നെ സ്ട്രക്ചർ എങ്ങനെ വേണം, പിന്നെ അതേപോലെ തന്നെ റിയൽ വേർഡ് എക്സാമ്പിൾസ് വേണോ, ഇമേജുകൾ എങ്ങനെ കൊടുക്കണം, പിന്നെ ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം. നമുക്ക് ഏതൊക്കെ ടോപ്പിക്, അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ തന്നെ അഡീഷണൽ ടോപ്പിക്കുകളുണ്ട്. അപ്പം നമ്മളുടെ പ്രസൻറ്റേഷനിൽ ഏത് ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ടൈറ്റിൽ സ്റ്റൈല്, സ്പീക്കർ നോട്ട്, അങ്ങനത്തെ എല്ലാതും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ശേഷം നമ്മളിവിടെ കണ്ടിന്യൂ എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കാം. അപ്പം നമുക്ക് ഇതിന് കിട്ടിയ റിസൾട്ട് ഒന്ന് നമുക്ക് നോക്കി വെക്കാം. ഇത് ഓൾറെഡി ഞാൻ എന്താ വെച്ചാൽ സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഈ പ്രോംപ്റ്റ് കൊടുത്ത് ഡിസൈൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു നെറ്റ്ഫ്ലിക്സ് സ്റ്റൈലിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് കളർ തീം ഇത് കുറച്ച് ഓവറായി എന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊരു നമുക്ക് ഭയങ്കര മിനിമലും ആയി, ഭയങ്കര ഓവറായി. പക്ഷേ ആ കളർ തീമൊക്കെ ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടെ തന്നെ നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാനും ഇവിടെ തന്നെ ഫുൾ സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വേറൊരു ഗൂഗിൾ സ്ലൈഡിലേക്കോ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസിലേക്കോ ഒന്നും എക്സ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ 3ാമത്തെ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. 3ാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഫ്രം ടെംപ്ലേറ്റ്സ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇമാജിനറി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പ്രൊജക്റ്റ് നെയിം ഡ്രോവിങ് ടെസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു. ഇവിടെ ആനിമേഷൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ആനിമേഷൻ എന്ന് കൊടുത്തു. ക്രിയേറ്റ്സ് ഫ്രം ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇവിടെ വരിക. ഇവിടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്തും പ്രോംപ്റ്റ് കൊടുത്തിട്ടും പറയാം, അല്ല നിങ്ങൾക്ക് സ്കെച്ച് എന്ന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർട്ടൂൺ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് കൊടുത്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആനിമേറ്റഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം.
സി ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചിത്രം മാത്രം ഞാൻ എൻ്റെ ഒരു എനിക്ക് ഡ്രോയിങ് സ്കില്ലില്ല, എൻ്റെ ഒരു സ്കില്ല് വെച്ചിട്ട് ഞാനിത് വരച്ചതാണ്. എന്നിട്ട് ഇതിനോട് ഇത് വെച്ചിട്ട് ഒരു മോശം നിർമ്മിച്ചു തരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, സ്കില്ലില്ലവർക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ ഡിസൈൻ. ഇനി നാലാമത്തെ നമ്മളൊരു ആപ്പിൻ്റെ UX ഡിസൈന് ചെയ്ത് നോക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വീണ്ടും ബാക്കിലേക്ക് വന്നു, പിന്നെ അതർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, പ്രൊജക്റ്റ് നെയിം എന്നുള്ളത് ആപ്പ് ഡിസൈൻ എന്ന് കൊടുത്തു, ആപ്പ് ഡിസൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു, ശേഷം ക്രിയേറ്റ് കൊടുത്തു. ഇനി ഞാനിവിടെ പ്രോംപ്റ്റ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾക്ക് ടെൻഡർ കോക്കനട്ട് വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഒരു ഷോപ്പിന് വേണ്ട കേരള തനിമയിലുള്ള ഒരു UX ഡിസൈനാണ് നമ്മൾ നിർമ്മിച്ച് തരാൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സെൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. സെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും നേരത്തെ ചോദിച്ച പോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടാനുള്ള ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കും. സി, എന്താണ് ബ്രാൻഡ് നെയിം, ടാഗ് ലൈന്, ഡിസൈൻ എങ്ങനെയാണ്, മൊബൈൽ ആപ്പാണോ, ലാൻഡിംഗ് പേജ് ആണോ, പിന്നെ സ്റ്റൈൽ എങ്ങനെയാണ്, പിന്നെ ഇൻട്രാക്റ്റീവ് മൊമെൻറ്റ്സ് എങ്ങനെയാണ്, ആപ്പിൻ്റെ ഡിസൈൻ, UX ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്, അങ്ങനെ A to Z കാര്യങ്ങൾ, കളർ തീം അടക്കം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് നമ്മുടെ കളേഴ്സ് വേണ്ടത് എന്ന് കൂടി നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പം ഞാൻ നേരത്തെ കൊടുത്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സി, നമ്മൾക്കൊരു തേങ്ങ എന്നുള്ളത് തന്നെയാണ് അവർ ബ്രാൻഡ്. നമുക്ക് UX ഡിസൈൻ ചെയ്ത് തന്നെ നോക്കാം. എത്ര മനോഹരമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സി ഹൗ അമേസിങ് ദിസ് ഡിസൈൻ. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് ഇവരുടെ മലയാളം അത്രത്തോളം അക്യുറേറ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് സാധനം. ഇനി അടുത്തത് നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇൻട്രോയോ അല്ലെങ്കിൽ മോഷൻ വീഡിയോ നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനും ഞാൻ സെയിം പാറ്റേൺ അതർ എന്നുള്ള ഇവിടെ ഡിസൈനിൽ വന്നിട്ട് അതർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് ഞാൻ സിമ്പിളായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു. ഇതാണ് ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സി, ക്യാൻ യു മേക്ക് എ കളർഫുൾ ഇൻട്രോ വീഡിയോ, ടൈറ്റിൽ ഷുഡ് ബി കിളികളും കൂളാവട്ടെ എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ആണ് നിർമ്മിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളം നോട്ട് എ പെർഫെക്റ്റ്, മലയാളം ഈസ് ബാഡ് ഇൻ എ ക്ലൗഡ് റൈറ്റ് നൗ. ഇതൊക്കെ ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഡിസൈനുകൾ ശരിക്കും ഏകദേശം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിൽ നമുക്ക് മാനുവലായിട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമുക്ക് ആദ്യം ഇവിടെ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് വിധേനയും നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഒന്ന് എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ മാറ്റാം. ഇതിൻ്റെ ടൈറ്റിലുകൾ ഇന്നതാക്കണം, അങ്ങനെ എല്ലാതും നമ്മൾക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോർമലി ഫോട്ടോഷോപ്പിലോ പവർ പോയിന്റിലോ ഒക്കെ ചെയ്യുന്ന പോലെ കളറ്, ലൈൻ സ്പേസ്, ഒപ്പാസിറ്റി, മാർജിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ സിമ്പിളായിട്ട് ക്യാൻവയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഫോണ്ട് ഒക്കെ നമ്മൾക്ക് ഇവിടെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒരു എഡിറ്റ്. രണ്ടാമത് കമൻറ്റ് എഡിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ അതും നമുക്ക് ചേഞ്ച് ചെയ്ത് തരും. ഇനി നമുക്ക് വരച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഷെയർ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിനെ PDF ആക്കണമെങ്കിൽ അതാക്കാം, PPTയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതാക്കാം, ക്യാൻവയിലേക്കോ അല്ലെങ്കിൽ HTMLയിലേക്കോ ഇതിലേക്കൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിലേക്കും ഇതൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ളത്, ലാസ്റ്റ് സ്കൂൾ എന്ന പേരിൽ നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ AI റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ചെറിയ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള പല അപ്ഡേറ്റ്സുകളും നമ്മൾ റെഗുലർ ആയിട്ട് അറിയിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഓപ്ഷൻ കണ്ടിട്ട് വലിയ ഡിസൈനുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം നമ്മുടെ ക്രെഡിറ്റ് പോകും. അപ്പോൾ മിനിമൽ ഡിസൈനിൽ നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഇത് പെയ്ഡ് വേർഷനിൽ മാത്രമുള്ളൂ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഫ്രീ വേർഷനിൽ നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ, നല്ല ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം.
അതായത് നമ്മൾ ചാറ്റ് ബോട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രീ വേർഷനിൽ അതിൻ്റേതായ ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം, AI നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കാൻ റെഡി ആവണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയലിസ്റ്റിക് ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിൽ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.